നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. വിദേശത്ത് ഭർത്താവിന്റെ കണ്ണില്ല ക്രൂരതയ്ക്കിരയായി മലയാളി യുവതി. മാസങ്ങൾക്ക് നീണ്ട ചികിത്സയ്ക്ക് ശേഷം നാട്ടിലെത്തിയ യുവതി നിയമസഹായം തേടുന്നു. കൊച്ചി ഇൻഫോ പാർക്കിലെ IT കമ്പനിയിൽ ഉദ്യോഗസ്ഥയായിരുന്ന ശ്രുതി ഇപ്പോൾ ജീവൻ നിലനിർത്തുന്നത് കഴുത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ട്യൂബുകളുടെ മാത്രം സഹായത്തോടെ. പോലീസിനും സംസ്ഥാന വനിതാ കമ്മീഷനും പരാതി നൽകിയിട്ടും ഇതുവരെ നടപടി ഉണ്ടായിട്ടില്ലെന്ന് യുവതി. വിവാഹശേഷം 2 വർഷം മുൻപാണ് തൃശൂർ സ്വദേശിയായ ഭർത്താവിനൊപ്പം ശ്രുതി കാനഡയിലേക്ക് പോയത്. ലഹരിക്ക് അടിമയായിരുന്ന ഭർത്താവ് ശ്രുതിക്കും നിർബന്ധപൂർവ്വം ലഹരി നൽകിയതായി പറയുന്നു. ഇതിനെ എതിർക്കുമ്പോൾ ക്രൂരമായുള്ള മർദ്ദനവും പതിവാക്കിയിരുന്നു. ലഹരി ഉപയോഗിക്കാൻ വിസമ്മതിച്ചപ്പോൾ കഴിഞ്ഞ മെയ് 14 പൈപ്പുകളിലെ മാലിന്യം നീക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു ബലം പ്രയോഗിച്ച് വായിൽ ഒഴിച്ചെന്നാണ് പരാതിയിൽ വ്യക്തമാക്കുന്നത്. ഇതേ തുടർന്ന് ഗുരുതരാവസ്ഥയിലായ ശ്രുതി 5 മാസത്തോളം കാനഡയിൽ ചികിത്സയിലായിരുന്നു. കഴിഞ്ഞ ഡിസംബർ 12-നാണ് മാതാപിതാക്കൾ ശ്രുതിയെ നാട്ടിലെത്തിച്ചത്. അന്നനാളവും ശ്വാസനാളവും കരിച്ചു കളഞ്ഞ രാസവസ്തു സംസാരശേഷിയും നഷ്ടമാക്കിയിരുന്നു. ഭർത്താവിന്റെ ക്രൂരതയ്ക്കെതിരെ ചോറ്റാനിക്കര പോലീസിലും വനിതാ കമ്മീഷനിലും പരാതി നൽകിയില്ലെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലെന്ന് കുടുംബം വ്യക്തമാക്കി. കാനഡയിലെ ആശുപത്രിയിൽ വെച്ച് താൻ ആത്മഹത്യക്ക് ശ്രമിച്ചെന്നാണ് ഡോക്ടർമാരെ ശ്രുതി അറിയിച്ചത്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയാണ് തുടർ നടപടിക്ക് പോലീസ് മടിക്കുന്നത്. എന്നാൽ ഭർത്താവ് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനാലാണ് അപ്പോൾ അങ്ങനെ പറയേണ്ടി വന്നതെന്ന് പിതാവ് പറയുന്നു.